മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് ഈ നിമിഷം നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. 92 വയസ്സായിരുന്നു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹത്തെ. MG മിഥുൻ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, വിശദാംശങ്ങൾ പറയൂ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് വിടവാങ്ങിയിരിക്കുന്നു എന്നുള്ള വളരെ ദുഃഖകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. ഡൽഹി എയിംസിൽ വൈകിട്ട് 7 മണിയോട് കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്നത്. നേരത്തെയും മുൻകാലങ്ങളിൽ കഴിഞ്ഞ 6 മാസത്തോളമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇന്ന് വൈകിട്ട് വീണ്ടും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ എയിംസിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ അല്പസമയത്തിന് മുമ്പ് എയിംസിലേക്ക് എത്തിയിരുന്നു. ബലഗാവിലായിരുന്നു കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ബലഗാവിൽ 100ാം വാർഷികത്തിനോടനുബന്ധിച്ച് നടക്കുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിനിടയിലാണ് നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ കാണാനെത്തിയത്. തുടർന്ന് ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നു. 92 വയസ്സായിരുന്നു ഉണ്ടായത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അദ്ദേഹം ഈ ഒരു മല്ലിട്ട് കഴിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം, ഈ കറകളഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവിനപ്പുറം ലോകം കണ്ട മികച്ച സാമ്പത്തിക വിദഗ്ധൻ എന്ന വിശേഷണമാണ് മൻമോഹൻ സിംഗിന് ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ ഗതി തന്നെ മാറ്റിമറിച്ച മിതഭാഷയായ ആ മണിമാൻ എന്ന ഒരു വിശേഷണമായിരുന്നു അന്ന് രാഷ്ട്രീയ നേതാക്കളും ഒപ്പം തന്നെ മറ്റുള്ളവരും നൽകിയിരുന്നത്. സാമ്പത്തിക തലത്തിൽ ഇത്രയധികം പ്രവർത്തന പരിചയമുള്ള അല്ലെങ്കിൽ ഇത്രയധികം മുന്നോക്കം നടത്താൻ ഇന്ത്യയെ സഹായിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രി എന്ന ലേബലിൽ അദ്ദേഹം എക്കാലത്തും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഒരു ടെക്നോക്രാറ്റിൽ നിന്ന് രാഷ്ട്രീയക്കാരനിലേക്കുള്ള പരകായ പ്രവേശമായിരുന്നില്ല മൻമോഹൻ സിംഗിൻ്റേത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഫീസ് നൽകാൻ പണമില്ലാത്തതിനെ തുടർന്നൊരു വർഷത്തെ കോളേജ് പഠനം മുടങ്ങിയ അമൃത്സറിലെ ഗലിബറി വാലിയിലെ സാധാരണ he was somebody who was a visionary, who did a great deal for the country, and we are all cancelling the very elaborate programs planned here and rushing back to Delhi, most of us. So I think it will be cancelled. I mean, it's not for me to announce. The government of Karnataka will announce, but for me, I have to get back now and see you worked in his cabinet. How do you remember him, sir? I remember him as a wonderful man, a good leader, a compassionate individual, a great visionary. Thanks. Thank you. ഇപ്പോൾ ശശി തരൂർ പ്രതികരിച്ചതുപോലെ തന്നെ ബലഗാവിലെ എല്ലാ പരിപാടികളും നിർത്തിവെച്ചിരിക്കുകയാണ്. താൽക്കാലികമായി അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് ഈ പരിപാടികളെല്ലാം തന്നെ മാറ്റിവെച്ചതായി അദ്ദേഹം അറിയിക്കുന്നു. ഉടൻ തന്നെ എല്ലാ നേതാക്കളും ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയാണ് എന്നാണ് ശശി തരൂർ MP ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സാധാരണ വിദ്യാർത്ഥിയിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയത് കഠിനാധ്വാനത്തിന്റെ വിയർപ്പ് രുചിച്ചുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം എത്തുകയും ചെയ്തത്. കാരണം പഠനത്തിൽ വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കിയിരുന്ന അല്ലെങ്കിൽ പഠനത്തിൽ വലിയ രീതിയിൽ കൃത്യമായ മികവ് പുലർത്തിയിരുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിന്ന് അദ്ദേഹം 1932 സെപ്റ്റംബർ 26-നായിരുന്നു ജനിച്ചത്. ഗുർമുഖ് സിംഗിന്റെയും അമിത് കൗറിന്റെയും മകനായാണ് മൻമോഹന്റെ ജനനം. പാകിസ്ഥാനിലെ പെഷവാറിൽ നിന്ന് അമൃത്സറിലേക്ക് പലായനം ചെയ്ത മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പലായനം ചെയ്ത ഒരു കുടുംബമായതുകൊണ്ട് തന്നെ ചില പരിമിതികൾ കുടുംബത്തിന് ഉണ്ടായിരുന്നു. അത് ഏറെ ഉള്ള പരിമിതികൾ തന്നെയായിരുന്നു. പഠിക്കാൻ മിടുക്കനായിരുന്ന മൻമോഹൻ സിംഗ് വിവിധ സ്കോളർഷിപ്പുകളോടുകൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ പഠനം പൂർത്തിയാക്കിയത്. പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കിയ മൻമോഹൻ പിന്നീട് ലണ്ടനിലെ കേംബ്രിഡ്ജ് സെന്റ് ജോൺസ് കോളേജിൽ MA എക്കണോമിക്സിൽ ചേർന്നു. മികച്ച പ്രകടനത്തിനുള്ള റൈറ്റേഴ്സ് പുരസ്കാരവും ആഡം സ്മിത്ത് പുരസ്കാരവും നേടിയാണ് മൻമോഹൻ അവിടെ പഠനം പൂർത്തിയാക്കിയത്. നോബൽ സമ്മാന ജേതാക്കളടക്കം പഠിച്ച ഓക്സ്ഫോർഡിലെ നഫീഡ് കോളേജിലായിരുന്നു മൻമോഹന്റെ ഗവേഷണം നടത്തിയത്. പഠനത്തിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇപ്പോൾ പ്രതികരിക്കുകയാണ്.